നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ദ്വിതീയ സ്കന്ധം 4-ാമത്തെ അധ്യായം. ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി. 904803 9304 എൻ്റെ ഫോൺ നമ്പർ. ഞാൻ എഴുതിയതായിട്ടുള്ള ഭാഗവതത്തിൻ്റെ സംഗ്രഹമായിട്ടുള്ള സംജ്ഞാസംഗ്രഹം എന്ന പേരിട്ട് പ്രസിദ്ധീകരിച്ചു. സപ്താഹമായിട്ട് ഇത് പാരായണം ചെയ്യാറുണ്ട്. യജ്ഞമായിട്ട് ഇപ്പോൾ 5 കഴിഞ്ഞിട്ട് കുറേ കാലമായി. മറ്റ് പലതരത്തിലുള്ള ഉപാസനകളും ഈ ഭാഗവതത്തെ സംജ്ഞാസംഗ്രഹത്തെ കൊണ്ട് ചെയ്യുന്നു. എത്രയോ അമ്പലങ്ങളിൽ ഭക്തന്മാരിത് പാരായണം ചെയ്യുന്നു. വീടുകളിലിരുന്ന് ഇത് പാരായണം ചെയ്യുന്നു. ഗ്രൂപ്പുകളിൽ ഇത് പലതവണ പാരായണം ചെയ്ത് കഴിഞ്ഞു. ഇത് ലോകത്തിൽ മുഴുവൻ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. പുസ്തകം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ, ദീപസ്തംഭത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് വിജയൻ സാറിന് കൊടുത്ത് അത് പ്രകാശനം ചെയ്തത്. ആ മാസം തന്നെ, അത് 1.5 കൊല്ലമായി, 1 കൊല്ലത്തിലധികമായി. ആ മാസം തന്നെ അത് അമേരിക്കയ്ക്ക് എത്തി, ആ പുസ്തകം. അതേപോലെ ജാതി മതഭേദമന്യേ ആ പുസ്തകം വാങ്ങിക്കുന്നു എന്നുള്ളതും വലിയ ഒരു അത്ഭുതമാണ്. ഇപ്പോൾ അതിൻ്റെ പ്രചാരണങ്ങൾ കൂടുതൽ വരുന്നു എന്നതും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്നെ എൻ്റെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഭഗവാൻ തന്നതായിട്ടുള്ളൊരവസരം. അങ്ങനെ മാത്രമേ എനിക്ക് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാൻ അറിയുള്ളൂ. ഞാനല്ല എഴുതിയത്, എന്നെക്കൊണ്ട് ഭഗവാൻ എഴുതിച്ചതാണ് എന്ന് അന്നത്തെ വാക്ക് ഇപ്പോഴും ഇനിയും അതുമാത്രമേ എനിക്ക് പറയാൻ അറിയുകയും ഉള്ളൂ. സംസ്കൃതം പഠിക്കാത്ത ആളാണ് ഞാൻ. ഭാഗവത ഉപാസന കൊണ്ട്, മറ്റു പുരാണങ്ങളെ യജ്ഞമായിട്ടൊക്കെ സമർപ്പിക്കുന്നത് കൊണ്ട് സംസ്കൃതത്തിൻ്റെ ബന്ധമുണ്ടായത് അങ്ങനെയാണ്. എങ്കിലും പലതും യജ്ഞമായിട്ടും സമർപ്പണ ബുദ്ധിയായി ചെയ്യുന്നത് കൊണ്ട് പലരും സ്വീകരിക്കുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ കണ്ട് വേറൊന്നും പറയാനറിയില്ല. ഇപ്പോൾ നാം പാരായണം ചെയ്യുന്നത് ശുഖസാരസ്വതമായതുകൊണ്ട് അതിൻ്റെ ശ്രീ ശുഖബ്രഹ്മർഷി സ്തുതിച്ചതായിട്ടുള്ള ആ സ്തുതി വായിച്ചതിൻ്റെ ശേഷമാണ് ഈ പരിഭാഷയിലെ അധ്യായം ഞാൻ പാരായണം ചെയ്യുന്നത്. എല്ലാ ദേവീദേവന്മാർക്കും നമസ്കാരം, എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം, അച്ഛന് നമസ്കാരം, അമ്മയ്ക്ക് നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ തിരുമംഗലത്തെ ദേവരേ ശരണം, ദക്ഷിണാമൂർത്തി ശരണം, സദ്ഗുരുഭ്യോ നമ, ഭക്തേഭ്യോ നമ. ഓം ശ്രീ ശുക ഉവാച. ഓം നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാനനിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യ വർത്മനെ. ഭൂയോ നമഃ സദ്വൃജിനച്ഛിദേ സദാമസംഭവായ അഖിലസത്വമൂർത്തയേ. പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാമനുമൃഗ്യദാശുഷേ. നമോ നമസ്തേ സ്ത്വഋഷഭായ സാത്വതാം വിദൂരകാഷ്ഠായ മുഹുക്കുയോഗിനാം. നിരസ്തസാമ്യാതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. യത്കീർത്തനം യത്സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വിചക്ഷണായച്ചരണോപസാദനാത് സംഗം വ്യുതസ്യോഭയതോന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാസ്തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തപസ്വിനോ ദാനപരാ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദസ്സു മംഗളാ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ.
കിരാതഹൂണാന്ധ്രപുളിന്ദപുൽക്കസ ആഭീരകങ്കാ യവനാ ഖസാദയ യേന്യേ ച പാപാ യദുപാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. സ ഏഷ ആത്മാത്മവതാമധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളീകൈരജശങ്കരാദിഭിർവിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ശ്രിയപതിർയജ്ഞപതി പ്രജാപതി ധിയാം പതിർലോകപതിർധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതി. യദഘ്ര്യഭിധ്യാനസമാധിധൗതയാ ധിയാനുപശ്യന്തി തത്വമാത്മന വദന്തി ചൈതൽകവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വദാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂൽക്കിലാസ്യത സമേ ഋഷീണാം ഋഷഭ പ്രസീദതാം. ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭു നിർമായശേദേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പപുജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. ഏതദേവാത്മഭൂരാജൻ നാരദായ വിപൃച്ഛതേ വേദഗർഭോഭ്യഥാൽ സാക്ഷാത് യദാഹ ഹരിരാത്മന. ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഗുരുവായൂരപ്പ. 16 കലകളോട് കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ വന്നത്, പൂർണ്ണനായിക്കൊണ്ട്, പരിപൂർണതമനായിക്കൊണ്ട്. നമ്മിലും ഈ 16 കലകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ അംശം വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ഭാഗവതം ഭഗവാന്റെ കഥയാണ്. ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചതായിട്ടുള്ള ലീലകളാണ്. അത് പറയണമെങ്കിൽ ഋഷികേശനായിട്ടുള്ള ഭഗവാൻ, ഇന്ദ്രിയനാഥനായിട്ടുള്ള ഭഗവാൻ എന്നിലൂടെ ഇത് അനുഭവിപ്പിച്ചുകൊണ്ട് ഭഗവത് ലീലാ രഹസ്യം, അതിൻ്റെ പ്രത്യക്ഷാർത്ഥം, ഗൂഢാർത്ഥം, മർമ്മം, വ്യംഗ്യാർത്ഥം, ശ്ലേഷാർത്ഥം, ഇതെല്ലാം എനിക്ക് ഓർമ്മിപ്പിച്ച് തരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു. എൻ്റെ വാക്കുകളിൽ ഈ ഭഗവത് ലീലാ രഹസ്യത്തെ, അത് അനുഭവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള മുഴുവൻ സദ്ഫലത്തെയും ഭക്തന്മാർക്ക്, പരീക്ഷിത് രാജാവിന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് എന്നെക്കൊണ്ട് പറയിക്കണം. ഞാനല്ല പറയുന്നത്, എന്നെക്കൊണ്ട് പറയിക്കണം. ഇത് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാനോട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് പരീക്ഷിത് രാജാവിന് സൃഷ്ടിരഹസ്യം തൊട്ടുള്ള ഈ ഭാഗവത തത്വങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസൻ ഭാഗവതം രചിച്ചതിന് ശേഷം അത് സപ്താഹമായിട്ട് നടത്തണമെന്നോ യജ്ഞമായിട്ട് നടത്തണമെന്നോ വിചാരിക്കേണ്ടായില്ല. ദേവി ഭാഗവതം ജനമേജയ രാജാവിന് വ്യാസൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭാഗവതം ചെയ്തില്ല. തൻ്റെ മകനായിട്ടുള്ള, താതാത്മ്യം ഹരിയോട് പ്രാപിച്ചതായിട്ടുള്ള, ഹരിതുല്യനായിട്ടുള്ള, കൃഷ്ണതുല്യനായിട്ടുള്ള തൻ്റെ മകനായിട്ടുള്ള ശിവ അനുഗ്രഹത്താൽ നേടിയതായിട്ടുള്ള ആ പുത്രനെ കൊണ്ടാണ് പരീക്ഷിത് രാജാവിന് ശ്രീശുക ബ്രഹ്മർഷിയാൽ ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തത്. ഉത്തമ ശ്രോതാവ്, ഉത്തമ വക്താവ്. ശ്രവണമാത്രം കൊണ്ട് മുക്തി, പരീക്ഷിത് സാക്ഷി, ബ്രഹ്മാവ് വിധിച്ചു. ആ ഭാഗവതത്തെയാണ് സനകാദി മഹർഷിമാർ വീണ്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്കായിട്ട് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. എല്ലാവരിലും ഭക്തിയോടൊത്ത് ഭഗവാന്റെ സാന്നിധ്യം നാരദ മഹർഷിയും സനകാദി മഹർഷിമാരും ഭഗവാനോട് അന്ന് വരമായിട്ട് വാങ്ങി.
ആരാണോ ഭാഗവതം, ഭഗവത് കഥകൾ, ഭഗവൻ നാമങ്ങൾ സ്മരിക്കുന്നത് അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം വേണമെന്നാണ്. അത് സൂതൻ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാരോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഭാഗവതത്തെ ഇതുപോലെ ലഭിക്കാറായി. ലോകഹിതാർത്ഥമാണ് ഭാഗവതത്തെ പറയുന്നത് എന്നാണ് അന്ന് പറഞ്ഞത്. ആ ഭാഗവതത്തെ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാ ദേവീദേവന്മാരെയും സ്തുതിച്ചാണ് പറഞ്ഞത്. ചോദ്യം ഭാഗവതം എന്ത് എന്ന് തന്നെയാണ്. അപ്പോൾ അത് പറയണതിന് മുന്നേ ആയിട്ട് അനുവാദം വാങ്ങുക, അതാണ് ചെയ്തത്. നമുക്കത് മലയാളത്തിൽ കേൾക്കാം. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, ദ്വിതീയ സ്കന്ധം, 4-ാം അധ്യായം, ശുകസാരസുതം എന്ന് ഈ അധ്യായത്തിന് പേര്. ഓം. മൂലശ്ലോകത്തിൽ 25 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഞാനത് 21 ശ്ലോകങ്ങളായിട്ട് ചുരുക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും കേൾക്കാം. ഓം. സൂതനോദീർഷേ എന്നും ഭഗവാനെ ഓർത്താൽ മനഃശുദ്ധി നേടാം മനുജന്, അന്ത്യത്തിൽ നാരായണ സ്മൃതി കിട്ടുവാൻ ആയതീനെപ്പോഴും സൽക്കഥ കേൾക്കണം. ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ മനഃശുദ്ധി നേടാൻ സാധിക്കും. അന്തേ നാരായണ സ്മൃതി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നൊരു ജന്മം വേണ്ടാത്ത രീതിയിൽ രക്ഷപ്പെടും. ഭാഗവതത്തിൻ്റെ സാരം അതാണ്. ഭാഗവതത്തിൻ്റെ ഫലം അതാണ്. ഉപാസിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ഭഗവത് അനുഗ്രഹ വരം ഇതാണ്. ശ്രീശുകനിങ്ങനെ ഓതിയപ്പോൾ നൃപൻ സർവവും വിട്ടു സുതർപത്നി രാജ്യവും, രാജാവ് ഉറപ്പിച്ചു 7-ാം ദിനം മുക്തി, ധർമാർത്ഥ കാമങ്ങൾ വിട്ടു മഹാശയൻ. ഇവിടെ പ്രായോപവേശം ചെയ്തിരിക്കുന്നതായിട്ടുള്ള പരീക്ഷിത്താണ് ഇവിടെ വന്നിരിക്കണം. എല്ലാ ഋഷിമാരും അവിടെ വന്നിട്ടുണ്ട്. ഭാഗവതം പറയുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല. അപ്പോഴാണ് ശ്രീ ശിവബ്രഹ്മർഷി വന്നതും ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഹരികഥ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ പറയാൻ തുടങ്ങിയതും. വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. എന്ത്? ഇനി അവരൊന്നും എന്നെ ഇങ്ങോട്ട് തേടി വരരുതേ എന്ന്. അതാണ് മനസ്സ് ഭഗവാങ്കൽ ഉറപ്പിച്ചു. ധർമ്മം, അർത്ഥം, കാമം, ഇത് 3 ഉപേക്ഷിച്ചു. മോക്ഷം മാത്രമായി ലക്ഷ്യം. ഈ മോക്ഷം മാത്രം ലക്ഷ്യമാക്കാൻ വേണ്ടിയിട്ട് ഇനി 7 ദിവസം ബാക്കിയുണ്ട്. ഈ 7 ദിവസം ഭക്തി മാത്രമായി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്തിയല്ല. ഭഗവാനും ഭക്തിയും ഭക്തനും മാത്രമായി, വേറെ ഒന്നുമില്ല അവിടെ. ഈ ഭക്തിയിലാണ് ഭഗവാനെ ഈ ഗുരു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗുരു 4-ാമത്തെ ഇല്ല എന്ന ചോദ്യം. അത് ഭക്തിയിൽ പെട്ടു, ഭഗവാനിൽ പെട്ടു. അതിനെ ഭക്തൻ സ്വീകരിച്ചു. 4 അവിടെ, 3 ഉള്ളൂ. ഭഗവാൻ ഗുരു തുല്യനാണ്. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഗുരു പറഞ്ഞു തരികയാണ്. അപ്പം അതുകൊണ്ട് അതെല്ലാം ഭക്തിയിലാണ് ഉൾപ്പെടുക. ഭക്തൻ അതിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഉത്തമ വക്താവും ഉത്തമ ശ്രോതാവായിട്ട് മാറിയത്. അവിടെ മുക്തി മാത്രമേ ലക്ഷ്യമുള്ളൂ. ഉത്സുകനായി കഥ കേൾക്കാനിരിക്കവേ ചൊല്ലി പരീക്ഷിത്ത് സന്തോഷം ഭാഗ്യവും, സൃഷ്ടിസ്ഥിതിലയം എങ്ങനെ ചെയ്യുന്നു ഏതേതു ശക്തിയാൽ കാലവ്യത്യാസവും, ബ്രഹ്മം പരമാത്മാ ഏകനല്ലേ അതിൽ നാനാത്വമെങ്ങനെ ചേർത്തു ഹരി ഗുരോ, സൃഷ്ടിക്കപ്പെട്ടതും ലീലയും മായയാൽ സൃഷ്ടി സാക്ഷിയായി സർവം നിയന്ത്രിപ്പതും ഹരി, മുഗുണമൊന്നിച്ചോ ഓരോന്നായി ചേർക്കയോ ലീലതൻ സാരവും ചൊല്ലണേ ശ്രീഹരേ, ഇങ്ങനെ കേട്ടു ശുഗൻ ചൊല്ലി സാദരം എൻ്റെ ഭഗവാനെ വാഴ്ത്തട്ടെ ഞാൻ നൃപാം. അവിടെ പരീക്ഷിത്ത് അത്യുത്സാഹത്തോടു കൂടിയിട്ട് വായന്നിങ്ങോട്ട് വീണ് കിട്ടിയിട്ട് വേണമല്ലോ ആ മുത്തുകളെ സ്വീകരിക്കാൻ. അങ്ങനെ കാത്തിരിക്കുക. സന്തുഷ്ടഭാവത്തിലാണ്. ബ്രാഹ്മണൻ്റെ ലക്ഷണം അതാണ്. അവിടെ ക്ഷത്രിയ എന്നുള്ള എനിക്ക് രാജാവല്ല, അവിടെ ബ്രാഹ്മണ്യം നേടിയെന്നർത്ഥം. രാജർഷി ബ്രഹ്മർഷി ആയിരിക്കണം ആ സമയത്ത്.
അല്ലെങ്കിൽ ഭാഗവതത്തെ ഇങ്ങനെ കേൾക്കാൻ സാധിക്കില്ല. ഭഗവാൻ എന്തിനാണ് സകല സ്വരൂപം സ്വീകരിച്ചിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ ഇങ്ങനെ അനവധി അവതാരാദികളെ ചെയ്തത്? ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിലേക്ക് ചെന്നത്. അപ്പോഴാണ് ജയവിജയന്മാർ തടുത്തത്. തടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു വ്യസനം ഉള്ളിൽ തോന്നി, ഈ തടുക്കൽ അസുരഭാവമല്ലേ എന്ന് തോന്നിയുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഭഗവാനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒന്നും പറഞ്ഞിട്ടില്ല. അത് 3 ജന്മങ്ങളെ കൊണ്ട് ഈ 3 ഭാവത്തിലും ജീവിക്കേണ്ടി വന്നു ഈ ജയവിജയന്മാർക്ക്. ഹിരണ്യാക്ഷ ഹിരണ്യകശിപുമാരായിട്ട് ആസുരഭാവത്തിൽ, രാവണ കുംഭകർണന്മാരായിട്ട് രാക്ഷസഭാവത്തിൽ, ശിശുപാല ദന്തഭക്തന്മാരായിട്ട് മാനവഭാവത്തിൽ, ശ്രീകൃഷ്ണൻ പോലും അവരെ അനുഗ്രഹിക്കാൻ 4 അവതാരം എടുത്തു. സനകാദി മഹർഷിമാർ പ്രഹ്ലാദനായിട്ടും വിഭീഷണനായിട്ടും വന്നു. വരാഹമായിട്ടും നരസിംഹമായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ഭഗവാൻ അവരെ തന്നിലേക്ക് തന്നെ കൊണ്ടുവരാണ്ടായത്. ആ കഥകൾ അതേപോലെ തന്നെയാണ് ചോദിച്ചത്. പക്ഷേ ചോദിച്ചതിൻ്റെ വ്യത്യാസം, ആഖ്യാന വ്യത്യാസമേ ഉള്ളൂ. സത്യം ഒന്നാ, ചോദ്യം ഒന്നാ. എന്തിനാണ് ഭഗവാൻ ഈ നാനാത്വം ചേർത്തത്? ഭഗവാൻ പരമാത്മാവ് അല്ലേ, ഏകനല്ലേ? അപ്പോൾ സൃഷ്ടിയിൽ എന്തിനാ ഭഗവാന്റെ ചേരുവ? ഭഗവാനെ സൃഷ്ടിച്ചാൽ പോരെ, ഭഗവാൻ എന്തിൽ പങ്കാളിയായി? ഇതാ ചോദ്യം. ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കേണ്ട അന്തര്യാമിയായിട്ട്, സാക്ഷിയായിട്ടേ, അത് പോരാ. ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൂടെ പല വേഷങ്ങളും കെട്ടിയിട്ട് ഒപ്പം ഉണ്ടാവണം. അതാണ് ഭഗവാന്റെ ഇച്ഛ. അതെന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ? പരീക്ഷത്തിന് മുക്തി കിട്ടാൻ. പരീക്ഷത്തിനല്ല, നമ്മളൊക്കെ പരീക്ഷിതന്മാരാണേ. നമ്മളൊക്കെ പരീക്ഷിത്താണ്. നമുക്ക് ആ പരീക്ഷ ജയിക്കാൻ സാധിക്കണില്ല. പരീക്ഷ ജയിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പരീക്ഷത്തിന് നമ്മളും ഇതേപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഭാഗവതം വായിച്ചുകൊണ്ട്. അതാണ് ഭാഗവതം. നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ്. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ പരീക്ഷത്ത് എന്താ പറയണത്? ഇത് ഈ നാനാത്വത്തിന് കാരണം 3 ഗുണമാണല്ലോ, സത്വരജ സമോ ഗുണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അതിൻ്റെ ലീലാരഹസ്യം എന്താ വെച്ചാൽ, അവിടെ പരീക്ഷത്ത് രാജാവ് ശ്രീശുഭബ്രഹ്മർഷിയെ നല്ല സംബോധന ചെയ്ത് ഹരേന്ന, ഹരിയായിട്ടുള്ള അങ്ങ് അത് എനിക്ക് പറഞ്ഞു തരൂ. ഇങ്ങനെ ചോദ്യം ഏറ്റവും മാക്സിമത്തിലാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ശ്രീശുഭബ്രഹ്മർഷി, അതെ ഞാൻ പറയാട്ടോ, വരട്ടെ, എൻ്റെ ഭഗവാനെ എന്ന് ഞാൻ സ്തുതിക്കട്ടെ, അനുവാദം വാങ്ങട്ടെ, എന്നിട്ട് പറയാം. പരമഗുരുവാണ്, എന്നിട്ട് പോലും അത് ഇപ്രകാരം ചെയ്തുള്ളൂ, പറഞ്ഞുള്ളൂ. അതാണ് വിദ്യ സമ്പന്ന, അതാണ്. അപ്പോൾ സ്തുതിക്കുകയാണ്. ആരെയാണ്? ബ്രഹ്മമായിട്ട് കണ്ടു ആദ്യമേ തന്നെ ഭഗവാനെ. എല്ലാ സ്തുതികളും അങ്ങനെയാണ്. ആദ്യം ബ്രഹ്മമായിട്ട് കാണും. പിന്നെ ഏത് രൂപത്തിലാണോ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നത് വെച്ചാൽ ആ രൂപത്തെ ഉപാസനാമൂർത്തികളാണ്, മൂർത്തിഭേദങ്ങളാണ്. ഈ അവതാര സ്വരൂപങ്ങൾ മുഴുവൻ മൂർത്തിയാണ്. നാമങ്ങൾ ഒക്കെ മൂർത്തിയാണ്. മനഃശുദ്ധിക്ക് 4 മൂർത്തികളാണ്. കാര്യസാധ്യത്തിന് 12 മൂർത്തികളാണ്. വിദ്യയ്ക്ക് 16 മൂർത്തികളാണ്. ഇങ്ങനെ ഓരോന്നുണ്ട്. മുഴുവനൊന്നും പറയാൻ നമുക്കും അറിയില്ല. മുക്തിക്ക് 24 മൂർത്തികളാണെന്ന് പറയണം. ഇവിടെ 12 പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതാ ശരി നമുക്കറിയില്ല. മുക്തിക്ക് 24 മൂർത്തികളാണ് ദേവീഭാഗവതം പറയേണ്ടത്. അത് വിഷ്ണുവിൻ്റെ 24 നാമങ്ങളാണ്. അതിൽ ഈ 12 നാമങ്ങളും മനഃശുദ്ധിക്കുള്ള 4 നാമങ്ങളും, അപ്പോൾ 12 4 16ആയി. പിന്നെ ഒരു 8 നാമങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഏതാണെന്ന് ഓർമ്മയില്ല, പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ 24 നാമങ്ങളാണ് മുക്തിക്ക്. നമുക്കതിനെ ഇവിടെ സംഗ്രഹിച്ചിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന്
12 നാമങ്ങൾ: കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണവേ നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഹൃഷീകേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ. അപ്പോൾ ഇതിലൊടുക്കത്തെ ദാമോദരനാ. അതെന്തായാലും എല്ലാവർക്കും അറിയാം, ദാമോദര ലീല. ദാമോദര ലീലയുടെ ഏറ്റവും വലിയ രഹസ്യം, 3-ാമത്തെ വയസ്സിൽ നടന്നിട്ടുള്ള ആ ലീല യശോദ പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് മോചനം നേടിയിട്ടില്ല. ബാക്കിയുള്ള ലീലകളൊക്കെ ഭഗവാൻ നടത്തി, യശോദ അതിൽ പങ്കാളിയാണ്. പക്ഷെ അതൊന്നും ഉള്ളു തട്ടിയില്ല. ഈ ദാമോദരൻ എന്നുള്ള താൻ ആ വയറിൽ കയറുകൊണ്ട് കെട്ടിയില്ലോന്നാ. ചെയ്യാൻ പാടില്ലാത്ത ബ്രഹ്മഹത്യാപാപാതെ. അത് പിന്നെ തീർത്തത് കൃഷ്ണൻ്റെ 85-ാം വയസ്സിൽ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് അമ്മയെ കണ്ട് അമ്മയ്ക്ക് പട്ടുസാരി കൊടുത്തപ്പോഴാണ്. വെറുതെ പട്ടുസാരി കൊടുത്തതല്ല. അമ്മ ഒരു ദിവസം കോണകമില്ലാത്തതുകൊണ്ട് പുതിയ കോണകളൊന്നും കാണാനില്ല, തുണിയില്ല ഉണ്ണി എന്ന് പറഞ്ഞു എന്നാ. അപ്പോൾ അമ്മയുടെ പുതിയ പട്ടുസാരി എടുത്തിട്ട് മുറിച്ചു. അത് ഭാഗവതത്തിലൊന്നുമില്ല, ഭക്തന്മാർ പറഞ്ഞതാണ്. പക്ഷേ അതിലൊരു സാങ്കത്യം കിടക്കുന്നുണ്ട്. കൃഷ്ണൻ പട്ടുസാരികൾ മുറിച്ച് നിറച്ച് പട്ടുകോണങ്ങളായിട്ട് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഇതാ, ഇനി പട്ടുകോണത്തിന് വേറെ അന്വേഷിക്കേണ്ട കേട്ടോ, ഇതാ എന്ന് പറഞ്ഞു കൊടുത്തു പട്ടുകോണങ്ങൾ. അപ്പോൾ പുതിയ പട്ടുകോണം കിട്ടി. അന്ന് മുതൽ എന്നും പട്ടുകോണം പുതിയതാ. അതിൻ്റെ കടം തീർത്തത് 85-ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് സാരി വേണ്ട, പിന്നെ അനവധി പെട്ടികൾ നിറച്ച് പട്ടുസാരി കൊടുത്തിട്ടാണ്. അമ്മേ, ഞാൻ അന്ന് സാരികളൊക്കെ കേടുവരുത്തിയില്ലേ, ഇത് പകരം കൊണ്ടുപോയിക്കോളൂ. യശോദയ്ക്കെന്ന് അന്ന് ആ സമയത്ത് 85ഉം 50ഉം 135 വയസ്സായി. ഭഗവാൻ എല്ലാവർക്കും തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരേ പ്രായത്തിൽ, കാലദേശം ഇല്ല, അവിടെ വ്യത്യാസമില്ല, കാലം വ്യത്യാസമില്ല, ഒരേ വയസ്സിലാണ്. 50 വയസ്സിൽ തന്നെയാണ് മരിച്ചു പോകണമെന്ന് അർത്ഥം. മരിച്ചു പോവല്ല, ലയിച്ചു പോവുക. അപ്പോൾ 135 വയസ്സ് വരെ ഈ ദാമോദരനെ കൊണ്ടു നടന്നു. 53-ാമത്തെ വയസ്സ് മുതൽ. അതാണ് ദാമോദരൻ്റെ ലീലാരഹസ്യം. ബാക്കിയുള്ളതൊക്കെ കഥയാണ്. ഇപ്പോൾ ഈ കഥയെ മനസ്സിലാക്കിയാലേ ഭാഗവതത്തിൻ്റെ സത്ത് എന്താണെന്നുള്ളത് കിട്ടുള്ളൂ. അർഭകഭാവത്തിൽ 5 വയസ്സ് വരെയാണ്. അതിനെ അങ്ങനെ പറയാറില്ലെങ്കിലും 5 വയസ്സ് വരെ ഈശ്വരഭാവത്തിലാണ്. ബാലൻ എന്നാ പറയാച്ചാലും അതൊക്കെ അർഭകയിൽ പെടും. അർഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിൻ്റെ താഴെ, 8 മാസം വരെയൊക്കെ പറയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അർഭകനല്ലാണ്ടേ. പക്ഷേ എങ്കിലും അത് ഈ അർഭക ഭാവമാണ് 5 വയസ്സ് വരെ. 4 വയസ്സായിട്ടുള്ളൊരു ഉണ്ണി ഒന്ന് തച്ച് നല്ലോണം വേദനിപ്പിച്ചു, കുറച്ച് മുറിയൊക്കെ ആയി എന്ന് കൂട്ടുക. വീണ്ടും ആ അമ്മയാണ് ഉണ്ണിയെ തല്ലിയത്. വീണ്ടും ആ അമ്മയ്ക്ക് ലേശം മധുരം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്തന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ണി ഈ വേദന മറന്നു. ഇത് ഓർമ്മിച്ച് വയ്ക്കില്ല. അതാണ് അർഭകഭാവം. അപ്പോൾ ആ ലീല ആ സമയത്ത് കയറുകൊണ്ട് കെട്ടിച്ചു എന്നുള്ളത് ഭഗവാൻ സ്വയമേവ തന്നെ അത് കെട്ടി എന്നുള്ളത്, അതിൻ്റെ മുഴുവൻ വ്യാഖ്യാനങ്ങളും യശോദ ആ ഉള്ളിൽ അതിങ്ങനെ മനസ്സിലാക്കി. അതിനെ മാത്രം അറിഞ്ഞത് കൊണ്ട് ബാക്കിയുള്ള ലീലകളൊക്കെ പോയി. ആവശ്യമില്ല, ഇനി ഇത് മാത്രമേ വേണ്ടൂ. അത് 85 വയസ്സ് വരെ 81 കൊല്ലം ഭക്തിയുടെ പൂർണ്ണതയാണിത്. 81 തരത്തിലുള്ള ഭക്തിയാണ്. 81 തരത്തിലുള്ള ഭക്തി ഈ യശോദയെ ബാധിച്ചു. എന്നിട്ടാണ് ഭഗവാൻ മുക്തി കൊടുത്തത്. പിന്നെ ദാമോദരൻ സാരില്ലാണ്ടേ. നവതാഭക്തി, ത്രിഗുണഭക്തി, ഉത്തമ മധ്യമ താമസഭക്തി, പ്രാകൃതഭക്തി. ഉത്തമ മധ്യമ പ്രാകൃതഭക്തി. ഇത് 3x3x9 81 വരെ. 81 തരത്തിലുള്ള ഭക്തിയുണ്ട്. ഈ 81 കൊല്ലം ദാമോദരനെ കൊണ്ടു നടന്നു അമ്മ. അതാണ് ദാമോദര ലീലയുടെ പ്രാധാന്യം. ബാക്കിയുള്ളതൊക്കെ കഥയാണ്. ഇങ്ങനെ ഓരോന്നും പറയാൻ പോകുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ അർത്ഥം ഭക്തന്മാരിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്രീ ശുഭബ്രഹ്മർഷി പറയുന്നത്.
മഹാപാപികൾക്ക് പോലും ഭക്തന്മാരുടെ സംഘമുണ്ടായാൽ മുക്തി കിട്ടുന്നു, പാപത്തിൽ നിന്നും മുക്തി കിട്ടുന്നു. ഈ രഹസ്യമല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? എനിക്കതിന് സ്വയമേവ കഴിവില്ല. അങ്ങ് എന്നിൽ ഈശ്വരഭാവത്തിൽ, വക്താവ് എന്ന ഭാവത്തിൽ, സരസ്വാൻ എന്ന ഭാവത്തിൽ സരസ്വതിയായിക്കൊണ്ട് എൻ്റെ നാവിലുണ്ടാവണേ. പ്രാർത്ഥിക്കുകയാണ്. എന്താ അത്? തുടങ്ങുകയാണ്. ശ്രീ ശുകൗവാച മങ്ങാത്ത മായാത്ത ശ്രീഹരിമേന്മയെ ആർക്കും അളക്കാൻ അറിയാൻ കഴിഞ്ഞിട. മുഗുണം ചേർത്തു ശരീരങ്ങൾ സൃഷ്ടിച്ചു അന്തര്യാമിയായി വാഴും ഹരേ നമാം. അപ്രമേയനായിട്ടുള്ള ബ്രഹ്മം എല്ലാവരിലും അന്തര്യാമിയായിട്ട് വിഷ്ണു എന്ന രീതിയിൽ, വിശ്വൻ എന്ന രീതിയിൽ, വിരാട്ട് സ്വരാട്ട് സ്വയം പ്രകാശിത രൂപനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അന്തര്യാമിയായിട്ട് ഉള്ളിലും പുറത്തും അതായിട്ടും വിളങ്ങുന്നതായിട്ടുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ. സജ്ജന ദുഃഖത്തെ തീർക്കും പരംപുമാൻ, ദുഷ്ടരെ കൊല്ലും സകളനായി മുഗുണി. ജ്ഞാനി പരമഹംസന്മാർക്കു ശ്രീഹരി ലക്ഷ്യത്തെ കാട്ടിക്കൊടുക്കും കരുണയാൽ. ഋഷഭദേവൻ പറയുന്നുണ്ട്, എൻ്റെ ഈ ശരീരം ശുദ്ധ സത്വമാണ്, സത്വരജ സമോ ഗുണങ്ങൾ എന്നിലില്ല എന്ന്. പക്ഷെ കാണുന്നവർക്കോ കംസനെ കൊല്ലുന്നതായിട്ടുള്ള കൃഷ്ണൻ, രാവണനെ കൊല്ലുന്നതായിട്ടുള്ള ശ്രീരാമൻ ഗുണം ഉണ്ട്. ഭയത്തെ തീർക്കാനുള്ള അതിഭീകരമായിട്ടുള്ള രൂപം നരസിംഹം. ഭഗവാന്റെ ഓരോ ഭാവത്തിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥ ഗംഭീരതയുണ്ട്. കുതിരയായിട്ട് വന്നിട്ടാണ് വേദത്തെ ഉപദേശിക്കുന്നത് ഹയഗ്രീവൻ. കുതിരയുടെ ശബ്ദം നമുക്ക് എന്തായാലും ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആ കുതിരയുടെ രൂപത്തിലാണ്. അതായത് യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തെ ലഭിക്കുമ്പോൾ മുതൽ നമ്മൾ പിന്നെ കുതിരയെ പോലെയാണ്. ജ്ഞാനത്തെ ലഭിച്ചാലോ എല്ലാം കീഴടക്കും, ദൂരത്തെ കീഴടക്കും, ഭഗവാങ്കലിലെത്താനുള്ള ദൂരത്തെ കീഴടക്കും. ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ശമിപ്പിക്കും, ശമതമം കിട്ടും യഥാർത്ഥ ജ്ഞാനിക്ക്. അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് വരികയാണോ ചെയ്യുക, ഭഗവാനിലേക്ക് ഇങ്ങോട്ട് എത്തുകയാണോ ചെയ്യുക, അത് രണ്ടും നോക്കരുത്. ഏതായാലും സംഘം ഉറപ്പായി. സജ്ജന ദുഃഖത്തെ തീർക്കും പരംപുമാൻ, ദുഷ്ടരെ കൊല്ലും സകളനായി മുഗുണി. ജ്ഞാനി പരമഹംസന്മാർക്കു ശ്രീഹരി ലക്ഷ്യത്തെ കാട്ടിക്കൊടുക്കും കരുണയാൽ. കാപട്യം കാട്ടും ജനത്തിൻ സ്മരണയിൽ ഒട്ടും വരാത്ത ഹരിക്കു നമോ നമ. ഭക്തനു ജ്ഞാനം കൊടുക്കും യഥാവിധി, സ്വന്തധാമത്തിൽ വിരാജിക്കും ബ്രഹ്മമായി. അപ്പോൾ ഭഗവാൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഭഗവാൻ ഇങ്ങോട്ട് വരികയാണ്. എല്ലാവരുടെ ഉള്ളിലേക്കും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സനകാദി മഹർഷിമാർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മിലേക്ക് ഭഗവാൻ വന്നിട്ടുണ്ട്. അതാണ് കാരുണ്യമൂർത്തിയെ കാണണം, കേൾക്കണം, കീർത്തിക്കണം, സദാ വന്ദിക്കണം നരൻ. ദാനവ്രത പൂജ നാമത്താലൊക്കെയും മംഗളമൂർത്തി തൻ പ്രീതിയെ നേടണം. നമ്മളെല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഭഗവത് പ്രീത്യർത്ഥം അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് വേണ്ടിയിട്ടൊന്നും വേണ്ട. ഭഗവാന്റെ പ്രീതിയാണ് നമുക്ക് അനുഗ്രഹമായിട്ടും വരമായിട്ടും ലഭിക്കുക. വേണ്ടത് വേണ്ടപ്പോൾ കിട്ടുന്നില്ലേ? ഈ കിട്ടുന്നത് മുഴുവൻ വരമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒത്തിരി കർമ്മങ്ങൾ മനസ്സാ വാചാ കർമ്മണ അത് ഭഗവത് അർപ്പിതമായിക്കൊണ്ട് ഭഗവത് പ്രീത്യർത്ഥം ചെയ്യുക, അത്രയേ വേണ്ടൂ. പാദങ്ങൾ സേവിച്ചു ഭക്തി വളർത്തണം, മോഹം നശിക്കണം, സ്വർഗം ത്യജിക്കണം, ബ്രഹ്മം കൊതിക്കണം, മോക്ഷേച്ഛുവാകണം, കീർത്തനീയൻ ഭഗവാനെ നമിക്കണം. പരീക്ഷിത്ത് ഇവിടെ മോക്ഷേച്ഛുവാണ്. അത് തന്നെയാണ് ശ്രീ ശിവബ്രഹ്മർഷി ഭഗവാനോട് പ്രാർത്ഥിക്കണത്. ഞാൻ ഈ ദേഹമാണ് എന്നുള്ള മോഹമുണ്ടല്ലോ, ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ 5 സൃഷ്ടികളിൽ നെഗറ്റീവ്സാണ്. മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, ഇരുട്ട്, തമസ്, ഇങ്ങനെ 5 അതിൽ ഈ മോഹമാണ് നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ കൊടുക്കുന്നത്. അത് ദേഹമോഹ. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹമാണ് ഞാൻ എന്നുള്ള ബോധമാണ്. അത് ആദ്യം നശിച്ചാലാണ്
സ്വർഗം വേണ്ട എന്ന് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ, ഭഗവാങ്കൽ എത്തണം എന്നുള്ള ആഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അതാണ്. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ച് നാമം ജപിച്ച് കീർത്തിച്ച് ഭഗവാങ്കൽ എത്താൻ എന്നെ മുമുക്ഷു ഭാവത്തിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാർഗമേതാകിലും ആത്മജ്ഞനായിടും തീർക്കും രജസ്സും തമസ്സും ഭജിക്കുകിൽ ദാനം തപസ് യോഗം കൊണ്ടുള്ള സദ്ഫലം ശ്രീഹരിക്കേകണം ഞാൻ എൻ്റെ പോകുവാൻ. ഈ കർമ്മങ്ങൾ മുഴുവൻ കർമ്മയോഗമായിട്ട് സമർപ്പിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ രജസ്തമോ ഗുണങ്ങൾ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ ഭാഗവത വേദിയിലേക്ക് കയറിയിരുന്നത് ഒരു സദ്ഗുരുവിൻ്റെ മഹാപണ്ഡിതനായിട്ടുള്ള ഗർഗഭാഗവതം പരിഭാഷപ്പെടുത്തിയതായിട്ടുള്ള വൃത്താനുവൃത്ത പരിഭാഷപ്പെടുത്തിയതായിട്ടുള്ള സദ്ഗുരുവിൻ്റെ അടുത്താണ്. പേര് പറയണില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ കൃതിയിലെ ഒരു കീർത്തന പുസ്തകം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ രജസ്സും തമസ്സും തീർക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് ഞാനതിൽ ചേർത്തുണ്ട്. അദ്ദേഹത്തിന് അത് വേഗം മനസ്സിലായി. അപ്പോൾ ഒപ്പം ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ, ഭാഗവതന്മാരൊപ്പം നിൽക്കുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ എഴുതിയിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അതാണ് ഭാഗവത ലക്ഷ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ അത്രയൊന്നും ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഒത്തിരാഴ്ച എനിക്ക് ഭാഗവതം ശരിക്കും വായിക്കാൻ തന്നെ അറിയില്ല, പൂജക്കാരനായിട്ട് കയറിയതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭാഗവതം കുറേശ്ശെ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞത്, ഞാനും ഇപ്പം ഈ പറഞ്ഞ ഞാനും ആ ഗുരുവും ഈ ശിഷ്യനും ഞങ്ങൾ ഒരുമിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്, ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്തനെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പരീക്ഷത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീ ശിവബ്രഹ്മർഷി. സദ്ഗുരുക്കന്മാർ അങ്ങനെയാണ്, ഏറ്റവും നല്ലതിനെ നല്ലവണ്ണം മനസ്സിലാക്കും. അതാണ് യോഗം. അപ്പോൾ അതിന് വേണ്ടതാണ് എന്ത്? ദാനം, തപസ് തൊട്ടത്. തപസ് ഭാഗവതം പാരായണം ചെയ്യാം, മലയാളം പാരായണം ചെയ്യാം, അറിയാവുന്ന ഭാഷ ഇംഗ്ലീഷാച്ചാത് ഹിന്ദിയാച്ചാത്, സംസ്കൃതം അറിയുമെങ്കിൽ സംസ്കൃതം വായിച്ചാൽ മതി. എന്നിട്ട് ഈ കിട്ടിയ അറിവിനെ പോലും ഭഗവാന് സമർപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ ജ്ഞാനിയാണ് എന്നുള്ള തോന്നലുണ്ടാവും, ഞാൻ വലിയ ആചാര്യനാണെന്നുള്ള തോന്നലുണ്ടാവും. അതുണ്ടായോ പിന്നെ ആ ആചാര്യന് മേൽഗതിയില്ല, കാശൊക്കെ കുറേ കിട്ടും, അതുകൊണ്ട് കാര്യമില്ല, അത് മേൽഗതിയല്ല. കാട്ടാളർ, ഹൂണർ, പുളിന്തരും, പുൽക്കസർ, പാപികൾ ഭക്തൻ്റെ പാദം പിടിക്കുവോർ. കാട്ടാളർ, ഹൂണർ, പുളിന്തരും, പുൽക്കസർ, പാപികൾ ഭക്തൻ്റെ പാദം പിടിക്കുകിൽ ഭക്തർക്കു സേവനം ചെയ്താലും ശുദ്ധരായി പാപം നശിപ്പിച്ച് മുക്തരായി തീർന്നിടും. ഇപ്പോൾ ഗജേന്ദ്രൻ്റെ പാദം പിടിച്ചതാണ് മുതല. ഹൂഹു എന്ന ഗന്ധർവൻ ഈ മുതലായിട്ട് വന്ന് പ്രദ്യുമ്ന മറ്റേ ഗജേന്ദ്രൻ്റെ മറ്റേ പാണ്ഡ്യരാജാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറവി രോഗം ഉണ്ടാവണ്ട, പേരോർമ്മയില്ല. പാണ്ഡ്യരാജാവായിട്ടുള്ള ഈ അഗസ്ത്യൻ്റെ ശാപം മൂലമാണ് ആനയായത്, ഗജേന്ദ്രനായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചപ്പോഴാണ് മുക്തി കിട്ടിയത്. അവിടെ പാപം ഉണ്ടോ ചോദിച്ചാൽ അത്രയ്ക്ക് ഇല്ലാത്രേ ഹൂഹു എന്നുള്ള ഗന്ധർവനെ. ഒരു ഋഷിയുടെ പാദം പിടിച്ചതാണ്, പക്ഷെ അത് മറ്റേ പേടിപ്പെടുത്തലായിപ്പോയി, വെള്ളത്തിൻ്റെ അടിയിൽ നിന്നായിപ്പോയി. ആ ഋഷി പേടിച്ചപ്പോൾ പാദമാണ് പിടിച്ചതേ. അപ്പോൾ അതിൽ പാപമില്ല എന്നാണല്ലോ. പക്ഷേ പേടിപ്പിക്കലായപ്പോൾ പേടിപ്പിച്ചു, എന്നാ നീ ഭക്തൻ്റെ പാദം പിടിക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പാദം പിടിച്ചു കഴിഞ്ഞാൽ രക്ഷ കിട്ടും. ഭക്തൻ്റെ പാദം പിടിച്ചാൽ മതി. മഹാഭാവിയാണ് ഇവരൊക്കെ, കാട്ടാളർ, ഹൂണർ, പുളിന്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറഞ്ഞാൽ അത്ര ഖലന്മാരാ. വേദസ്വരൂപനായി വൈദികർക്കും തഥാ ആത്മജ്ഞൻ ജ്ഞാനിക്കും ബ്രഹ്മം തന്നെ ഹരി. സാത്വിക വൃദ്ധിക്കായി കാരുണ്യമൂർത്തിയായി ഭക്തനോമേകുന്ന അനുഗ്രഹ ശക്തിയെ. വേദസ്വരൂപം തന്നെയാണ് ഭഗവാൻ, ബ്രഹ്മാവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് ഏത് വേഷത്തിലും ഭഗവാൻ വരും. ഗോപബാലന്മാർക്ക്, ഗോപികൾക്ക് കൃഷ്ണനായതുപോലെ
താപസർക്കെന്നും തപോമയൻ ശ്രീഹരി ധർമ്മസ്വരൂപനായി ധാർമ്മികർക്കും സദാ ബ്രഹ്മരുദ്രാദിയും സേവിക്കും ഈശ്വരൻ എന്നിൽ പ്രസാദിച്ച് ജ്ഞാനമേകീടണേ. ബ്രഹ്മാവും മഹാദേവനും കൂടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അങ്ങയെ എനിക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ സാധിക്കും എനിക്കറിയില്ല. എന്നാലും ശരി, ഇവിടെ ഒരു ആവശ്യത്തിനാണല്ലോ ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഇപ്പം നമസ്കരിക്കണു. ഈ കാര്യം നടത്തി തരാൻ എന്നെ അനുഗ്രഹിക്കണേ. പരീക്ഷിത് രാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാനുള്ള അർഹത തരണേ എന്ന് ശ്രീശുക ബ്രഹ്മർഷി തൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ ഭാഗവതത്തെ മുഴുവൻ പറയാം. ലക്ഷ്മീപതി യജ്ഞനാഥൻ പ്രജാപതി ലോകപതി യദുനാഥൻ ധരാപതി ഭക്തപതി കവി യോഗികൾക്കും പതി നാരായണനെ നമസ്കരിക്കുന്നു ഞാൻ. എന്തിനാത്? എനിക്ക് ജ്ഞാനം നൽകുവാൻ വേണ്ടിയിട്ട്. കവിയായിട്ടുള്ള വേദവ്യാസൻ കവിയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. സൃഷ്ടി തുടങ്ങുവാൻ ബ്രഹ്മാവിനു ഹരി 4 വേദങ്ങളും തോന്നിപ്പിച്ചു ഹൃദി. വേദങ്ങളേറെ കാട്ടി ഋഷികളാൽ വേദം പരത്തിയ ശ്രീഹരേ വന്ദനം. ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ കിട്ടിയതാണ് ഈ വേദവും വേദസാരവും. വ്യാസനാൽ അത് പറയപ്പെട്ടു. ബ്രഹ്മാവ് പറഞ്ഞത് നാരദനാൽ പറയപ്പെട്ടത്, വ്യാസനാൽ രചിക്കപ്പെട്ടത് ഭഗവാന്റെ ഇച്ഛയാണ്. അത് ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ നമുക്ക് കിട്ടി. പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരവും 10 ഇന്ദ്രിയം മനം ആത്മാവും ചേർക്കവേ ഉണ്ടായി 16 ഭാവമീ ജീവന് ദേവകളാൽ ഹരി ചെയ്തു നിയന്ത്രണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രണം ഇല്ലാതെ കണ്ട് തന്നു വെച്ചാലത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. അഷ്ടദിക്പാലകന്മാരെ അല്ലെങ്കിൽ ദേവഗണ സമൂഹങ്ങൾ അവരുടെ നാഥന്മാരെ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടില്ല വെച്ചാൽ നമ്മുടെ കഴിവ് അമാനുഷികം ആണ് എങ്കിൽ നമ്മൾ ഈ ഭൂമിയെ തകിടം മറിക്കില്ല. ഇപ്പം തന്നെ തകിടം മറിക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കാൻ ഒരു ഭഗവാൻ ഇല്ല എങ്കിൽ, അധിഷ്ഠാന ദേവതകളില്ല എങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ഈ കഴിവ് തന്നു വെച്ചാൽ എന്നാൽ നമ്മൾ പ്രപഞ്ചം തന്നെ ഈ ഹിരണ്യാക്ഷനെ പോലെ ഹിരണ്യകശിപുവിനെ പോലെ തകിടം മറിക്കും, രാവണനെ പോലെ. അപ്പോൾ അത് തരാത്തത് മഹാഭാഗ്യം. ഇനിയോ ദേഹത്തിൽ ദേഹിയായി സാക്ഷിയായി വാണിടും ചൈതന്യമായി കർമ്മവാസന പ്രേരകൻ ചെയ്യിക്കും മൂവിധ വൃത്തിയിൽ ഈശ്വരൻ വാഴണേ വാക്കായി വക്താവിൽ ജീവനായി. അപ്പോൾ ഇവിടെ മൂവിധ വൃത്തികളാണ്. മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്, വാക്കുകളെ കൊണ്ട് പറയുന്നത്, ശരീരത്തെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇത് 3 ഒന്നാവണം. മനസ്സിലൊന്ന് വിചാരിക്കുക, വേറൊന്ന് പറയുക, എന്നിട്ട് പ്രവർത്തിക്കൽ വേറൊന്ന്. കലികാലത്തിലെ ഏറ്റവും വലിയ വഞ്ചന, ചതി ഇതാണ്. കൂടെ നിൽക്കും സുഹൃത്താന്നും പറഞ്ഞിട്ട്, എന്നിട്ട് ചതിക്കും, എന്നിട്ട് മറ്റുള്ളവരോട് ഈ കുറ്റവും പറയും. ഈ സുഹൃത്ത് ചെയ്ത നല്ല കാര്യത്തിനെ തൻ്റേതാക്കിയിട്ട് താനാണത് ചെയ്തതെന്നും പറയും. സാഹിത്യങ്ങളൊക്കെ കക്കണ പോലെ. അപ്പോൾ അത്രയും മോശമാണ് ഇന്നത്തെ ഒരവസ്ഥ. പരമ്പരയാ വന്നു ചേർന്നതായിട്ടുള്ള ഈ ഭൂസ്വത്തുകൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, വരമ്പ് മാന്തി അതിർത്തി മാന്തി സ്വന്തമാക്കുന്നത്. നമ്മളത് എത്രയോ കണ്ടതാ, ഇപ്പോഴും അനുഭവിക്കുക. റോഡ് സർക്കാരിൻ്റെ റോഡാണ്. അതിങ്ങനെ മേപ്പത് കയറ്റി നമ്മൾ കാണാറില്ലേ. ഇതിന് ഇങ്ങനെ ഒരവസ്ഥ വരരുത്. ഭഗവാനോട് ആരോ പ്രാർത്ഥിക്കണത്? ശ്രീ ശിവബ്രഹ്മർഷിയാണ് കേട്ടോ പ്രാർത്ഥിക്കണത്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഈ താല്പര്യം, എനിക്ക് ഭഗവാനെ പറയുമ്പോൾ ഭഗവാനെ മാത്രമേ പറയാൻ സാധിക്കാവൂ. അതിൽ പൊടിപ്പും തൊങ്ങലും വേണ്ട. ഭഗവാന്റേതാണ് എങ്കിൽ അത് ചേർക്കാം, അല്ലാത്തത് വേണ്ട. അതിന് ഭഗവാനെ ഞാൻ ആശ്രയിക്കണു. കണ്ണായി കാണലും കാതായി കേൾക്കലും നാവായി രുചിക്കലും മൂക്കായി മണക്കലും പ്രാണങ്ങളെ ദേഹം തന്നിൽ ന്യസിക്കലും കർമ്മേന്ദ്രിയം കൊണ്ട് കർമ്മത്തെ ചെയ്യലും
ജീവൻ 16 ഭാവത്തിൽ തിന്നിടും. സാക്ഷിയാൽ സർവം അറിഞ്ഞിടും ശ്രീഹരി. എന്നിൽ വസിക്കണം വേണ്ട പോലോതണം. വിഷ്ണുവിൻ നാനാ അവതാരലീലകൾ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുർനിർമായശേദേയതമൂഷു പൂരുഷ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക. സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. എൻ്റെ വാക്കുകളിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കണം. ഈ 16 കലകളോട് കൂടിയിട്ട് 16 കലകളിലും എന്ത് വേണം? ഈ ഈശ്വര ഭാവത്തെ വേണം. അപ്പോഴാണ് കണ്ണും കാതും മൂക്കും ഒക്കെ ഒരേപോലെ തന്നെ 10 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും മനസ്സുമാണ് 16 കലകൾ. പൃഥിവ്യ തേജോ വായു ആകാശ എന്ന 5 മഹാഭൂതങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, തൊലി, ചെവി, കയ്യ്, കാല്, പിന്നെ പറയാനുള്ള ഈ നാവ്. മറ്റേ നാവ് രുചിയാണ്. പിന്നെ ഗുദലിംഗങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, 10 ഇന്ദ്രിയങ്ങൾ. മനസ്സിനെ 4 കൂടിയിട്ട് ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് 16. മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാണ് മനസ്സായിട്ട് ഒന്നിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ 10 ഇന്ദ്രിയങ്ങൾ, 5 പഞ്ചമഹാഭൂതങ്ങൾ, മനസ്സ് 1, 16. ഈ 16 കലകൾ എന്ത് ചെയ്യണം? ഭഗവതോന്മുഖമാക്കി തീർക്കണം. അങ്ങനെയായാലേ ഭഗവാന്റെ കഥകൾ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതിന് ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു. തത്വം ഗുണം സാരം ഒക്കെ വിധിക്കായി ചൊല്ലിക്കൊടുത്ത ഹരിക്കായി വന്ദനം. ശ്രീഹരി സത്കഥ നന്നായി ചൊല്ലുവാൻ നാരദനും തഥാ വ്യാസനും വന്ദനം. ആ പരമ്പരയെ കൂടി ഒന്ന് പറഞ്ഞു. ഭഗവാൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, ശ്രീ ശുകബ്രഹ്മർഷി, പരീക്ഷിത്ത്. ശ്രീ ശുകബ്രഹ്മർഷി സൂതന് പറഞ്ഞു കൊടുത്തു. സൂതൻ അത് നമുക്ക് ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തത് നമുക്ക് അനവധി ആചാര്യന്മാരിലൂടെ കിട്ടി. അങ്ങനെയുള്ള ഈ കഥകളെ പറയാൻ എനിക്കും അനുവാദം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംജ്ഞാസംഗ്രഹം എന്ന ഈ എളിയവൻ എഴുതിയതായിട്ടുള്ള ഭാഗവതം ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി പാരായണം ചെയ്തു വരികയാണ്. ആദ്യത്തെ 19 അധ്യായവും ഇപ്പോഴത്തെ 4-ാമത്തെ അധ്യായവും, ഇങ്ങനെ 23 അധ്യായം ഇപ്പോൾ കഴിഞ്ഞു. ഈ ഭാഗവതം ഒരു റെഫറൽ ഗ്രന്ഥമായിട്ട് മൂലം വായിക്കുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ അഡീഷണലായിട്ട് ചേർക്കണം അതും കൂടി ഉദ്ദേശിച്ചാണ് എഴുതാൻ തുടങ്ങിയത്. മുഴുവനൊന്നും തരായില്ല, മുഴുവനാക്കാൻ സാധ്യമല്ല. എന്നാലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ പരിഭാഷയിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. നോട്ട്സുകളായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ഉള്ളിലിങ്ങനെ വായിച്ചാൽ മനസ്സിലാവും. അപ്പം അത് എല്ലാവർക്കും ലളിതമായിട്ട് ഭാഗവതം മനസ്സിലാവട്ടെ എന്നുള്ള ഈ സതുദ്ദേശം ഭക്തന്മാരായിട്ടുള്ള നിങ്ങളെ പ്രചരിപ്പിക്കുമാറാകട്ടെ. ഭഗവാൻ അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുമാറാകട്ടെ എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. ഭഗവാൻ നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. തിരുമംഗലത്ത് ദേവരേ ശരണം നാരായണ.